ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പാഴ്സ് 1 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇറാൻ. പാഴ്സ് 1 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഇറാനാണ്. അപ്പോൾ ഇറാനാണ് പാഴ്സ് 1 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പാഴ്സ് 1 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ച രാജ്യം ഉത്തരം ഇറാനാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ തുളസി വനം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കോന്നി. കോന്നിയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുളസി വനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ തുളസി വനം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ്. കോന്നിയിലാണ് കേരളത്തിലെ ആദ്യ തുളസി വനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ അവബോധം നൽകുന്നതിന് നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാറ്റുലി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ അവബോധം നൽകുന്നതിന് നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് മാറ്റുലി. അപ്പോൾ മാറ്റുലി എന്ന പദ്ധതി നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് മാറ്റുലി എന്ന പദ്ധതി നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ അവബോധം നൽകുന്നതിന് നിയമവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതി ഏത്? ഉത്തരം മാറ്റുലിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആസിഫ് അലി സർദാരിയാണ്. ആസിഫ് അലി സർദാരിയാണ് പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ഉത്തരം ആസിഫ് അലി സർദാരി. അടുത്ത ചോദ്യം നോക്കാം. ഗഗൻയാൻ ബഹിരാകാശ യാത്രികർക്കായി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ച ആപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സഖി. ഗഗൻയാൻ ബഹിരാകാശ യാത്രികർക്കായി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ച ആപ്പാണ് സഖി. അപ്പോൾ സഖി എന്ന ആപ്പ് വികസിപ്പിച്ചത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററാണ്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയാണ് സഖി എന്ന ആപ്പ് വികസിപ്പിച്ചത്. ഗഗൻയാൻ ബഹിരാകാശ യാത്രികർക്കായി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ച ആപ്പാണ് സഖി. അടുത്ത ചോദ്യം നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് IOCയുടെ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റഷ്യ, ബെലാറസ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് IOCയുടെ വിലക്ക് ലഭിച്ചത് റഷ്യയ്ക്കും ബെലാറസിനുമാണ്. റഷ്യയ്ക്കും ബെലാറസിനുമാണ് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് IOCയുടെ വിലക്ക് ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൻ്റെ 5ാം പതിപ്പിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ന്യൂഡൽഹി. ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൻ്റെ 5ാം പതിപ്പിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൻ്റെ 5ാം പതിപ്പിൻ്റെ വേദി. ഇന്ത്യ US 2+2 മിനിസ്റ്റീരിയൽ ഡയലോഗിൻ്റെ 5ാം പതിപ്പിൻ്റെ വേദി ഉത്തരം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആചരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 100. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് 2024 മാർച്ച് 30 ആഘോഷിച്ചത്. അപ്പോൾ 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് ആചരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ആണ്, വിസാറ്റ്. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വിസാറ്റ്. അപ്പോൾ വിസാറ്റ് എന്നത് പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് വിസാറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രൗദ്ര സാത്വികം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ കൃതിയാണ് രൗദ്ര സാത്വികം. രൗദ്ര സാത്വികം പ്രഭാവർമ്മയുടെ കൃതിയാണ്. അപ്പോൾ രൗദ്ര സാത്വികം എന്നത്
പ്രഭാവർമ്മയുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ കഥാകാരി. ഉത്തരം ഓപ്ഷൻ സി ആണ് KR മീര. KR മീരയാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ കഥാകാരി. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായ കഥാകാരി KR മീരയാണ്. KR മീരയാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത്. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. ഉത്തരം ഓപ്ഷൻ ബി ആണ് വിഴിഞ്ഞം. 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞമാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനാണ് 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചത്. 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം. ഉത്തരം വിഴിഞ്ഞം. അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മങ്കൊമ്പ്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ്. അപ്പോൾ മങ്കൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് മലപ്പുറം. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയെ തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറത്തിനാണ് 2023 ഭരണഭാഷാ പുരസ്കാരങ്ങൾ മികച്ച ജില്ലയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മലപ്പുറമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 75 വർഷം പൂർത്തിയാക്കുന്ന രാജ്യാന്തര സംഘടന. ഉത്തരം ഓപ്ഷൻ എ ആണ് നാറ്റോ. 2024 75 വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടനയാണ് നാറ്റോ. അപ്പോൾ നാറ്റോയാണ് 2024 75 വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടന. 2024 75 വർഷം പൂർത്തിയാക്കിയ രാജ്യാന്തര സംഘടന ഏത്? ഉത്തരം നാറ്റോയാണ്. അടുത്ത ചോദ്യം, ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഉത്തരം ഓപ്ഷൻ എ ആണ് PS ശ്രീധരൻപിള്ള. ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീധരൻ പിള്ളയാണ്. PS ശ്രീധരൻപിള്ളയാണ് ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ബേസിക് സ്ട്രക്ചറും റിപ്പബ്ലിക്കും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം PS ശ്രീധരൻപിള്ള. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് 1-0. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് 1-0. അപ്പോൾ 1-0 എന്നത് 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ്. അപ്പോൾ 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് 1-0. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഷൈനി വിൽസൺ. 2024 ഏപ്രിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ ആണ്. അപ്പോൾ ഷൈനി വിൽസൺ ആണ് 2024 ഏപ്രിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളി. 2024 ഏപ്രിൽ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആര്? ഉത്തരം ഷൈനി വിൽസൺ. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് പെറു. ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പെറുവിലാണ്. അപ്പോൾ പെറുവിലാണ് ഡെങ്കിപ്പനി കേസുകൾ അതിവേഗം വർദ്ധിക്കുന്നതിനാൽ അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഉത്തരം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക്
കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.